ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ പോകുന്നത്. സോ ഡേ ഇൻ മൈ ലൈഫിൽ നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ രസമാണ്. സോ രസത്തിന് വേണ്ടി നമ്മൾ എടുത്ത് വച്ചിരിക്കുന്നത് നമ്മൾ ഒരു തക്കാളി, കുറച്ച് ജീരകം, വെളുത്തുള്ളി, അടുത്ത് കുരുമുളക്, ഒരു നമ്മളെ കറി ലീഫ്, അത്രയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം അതിലേക്ക് കുറച്ച് നമുക്ക് ടർമറിക് അത് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നമ്മളെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് ശകലം ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ശകലം കായം ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ശകലം നമ്മളെ പുളിവെള്ളം അത് ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് അതിൻ്റെ രസത്തിൻ്റെ ഓയിൽ നമുക്ക് ശകലം മല്ലിയില അത് ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത ശേഷം നമുക്ക് ശകലം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ രസത്തിന് ഒഴിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചത്. എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പുറത്തെ സൈഡ് നമ്മൾ ആ ചോറാണ് വെന്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കടുക് നന്നായിട്ട് ഇതിനെ പൊട്ടിത്തെറിക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. പൊട്ടിത്തെറിഞ്ഞ ശേഷം നമുക്ക് ശകല നമ്മൾ വെളുത്തുള്ളി ചെറുതായിട്ട് ഇതിനെ ചതച്ചത് അത് ഇട്ട് കൊടുക്കാം. ചതക്കുമ്പോഴേ അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വരുള്ളൂ. ഇങ്ങനെ കിണ്ടി ഇടാം. എല്ലാ വെളുത്തുള്ളി സെപ്പറേറ്റ് ആകാൻ വേണ്ടി. എന്നിട്ട് നമുക്ക് കുറച്ച് കരിവേപ്പില എടുത്തിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ നമ്മളെ രസം അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ രസം നമ്മൾ ആ ഒരു പാനിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ശകലം തിളപ്പിക്കാൻ വയ്ക്കുക. നമ്മൾ രസം ഇവിടെ ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു വേറൊരു കിണ്ണത്തിലേക്ക് സെർവ് ചെയ്യാം. നമ്മൾ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അടുത്ത ഡിഷിലേക്ക് പോവാം. നമുക്ക് അടുത്ത ഡിഷിലേക്ക് പോകാൻ വേണ്ടി ആദ്യം ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ പാനിലേക്ക് എന്തിനാണ് ഇത്ര എണ്ണ ഒഴിക്കുന്നതല്ലേ, ഇത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ എണ്ണ ഒഴിച്ചത്. നമ്മൾ ചിക്കനിലേക്ക് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം.
പാനിൽ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കടുക് പൊട്ടിച്ച് കൊടുക്കാം. ഇത് നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. നമ്മൾ ജീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. നമ്മളിതാ വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. വലിയ ഉള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇത് ആക്ച്വലി നമ്മൾ കാലിഫ്ലവർ ആൻഡ് പൊട്ടാറ്റോ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് സാധാ ഉരുളക്കിഴങ്ങ് ഫ്രൈക്കൊക്കെ വെട്ടി വയ്ക്കും പോലെ ഇതിന് ചെയ്യാം. ഇത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്കൊരു ബൗളിൽ ഒരു ദിവസം അരച്ച് വെച്ചാൽ അതൊരു 5-6 ദിവസം ഫ്രീസറിൽ വെച്ചാൽ ഇരിക്കും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് വെച്ചാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കാലിഫ്ലവർ ഇട്ട് കൊടുക്കാം. കാലിഫ്ലവർ ജസ്റ്റ് നമ്മൾ വെള്ളത്തിലേക്ക് തിളപ്പിച്ചതേ ഉള്ളൂ. വേറെ മഞ്ഞൾപ്പൊടി ആ കാര്യങ്ങളൊന്നും തിളപ്പിക്കാൻ നേരത്തിട്ടില്ല. ഇപ്പോഴാണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പുറത്തെ സൈഡ് നമ്മൾ ചിക്കൻ ഫ്രൈ ആയിട്ടിരിക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് അതിലേക്ക് അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചു വെച്ചിട്ട് തുറന്ന ശേഷം നമുക്ക് ശകലം ഒരു കളറിന് വേണ്ടി നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ എല്ലാം ഇങ്ങനെ സ്പൈസസ് ലൈക്ക് ഇതൊക്കെ പട്ടാജി അതൊക്കെ നമ്മൾ അരച്ച് ഒരു പൗഡർ അയച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊരു മണത്തിനൊരു ഫ്ലേവറിന് വേണ്ടിയാണ് ഇടുന്നത്. എന്നിട്ടല്ലെങ്കിൽ നമുക്ക് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഫ്ലേവറിനും ടേസ്റ്റിനൊക്കെ വേണ്ടിയാണ് നമ്മളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫൈനലി നമ്മൾ കാലിഫ്ലവർ പൊട്ടാറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. അപ്പോൾ ഗൈസ് ഇത്രയുള്ള വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.